ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡഹുവയുടെ ഫുൾ കളർ ക്യാമറയിൽ സ്മാർട്ട് LED ലൈറ്റ് നമുക്ക് എങ്ങനെ ഓൺ ചെയ്യുകയും എങ്ങനെ ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. ഇന്നിവിടെ ഇതിനകത്ത് രണ്ട് ക്യാമറകൾ, അതായത് ക്യാമറ 1ഉം ക്യാമറ 2ഉം നമുക്കത് ഫുൾ കളർ ക്യാമറയാണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു ക്യാമറയും ഇത് നമ്മൾ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മാർട്ട് LED വർക്ക് ചെയ്യുന്ന ആ ഒരു പിക്ചറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു LED നമുക്ക് ചില അവസരങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഈ സെറ്റിങ്സിനെ കുറിച്ച് ഇന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നാൽ നമ്മുടെ ക്യാമറ നമുക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ടോപ്പ് ലൈറ്റ് ഉണ്ടാകുന്ന ആ ഒരു വെളിച്ചത്തിലൂടെ കളറായിട്ട് കിട്ടുകയും ചെയ്യും പിക്ചർ. നമുക്ക് ആ ഒരു സ്മാർട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഈ ഒരു ക്യാമറയും ഇതുപോലെ തന്നെ ഫുൾ കളർ ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ്, സ്മാർട്ട് ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സെറ്റിങ്സാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമ്മൾ ആദ്യം റൈറ്റ് സൈഡ് ആദ്യം പാറ്റേൺ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മെയിൻ മെനു താഴെ ഈ PTZ കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ആദ്യം ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ മൗസ് ചെയ്യുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ചാർട്ട് ഓപ്പണായിട്ട് വരും. ഇതിനകത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഫോർമാറ്റ് ഉണ്ട്, വീഡിയോ ടൈപ്പ്, റെസൊല്യൂഷൻ ഇത് 5 MB ആണ്. അതാണ് 5 MP CVI മോഡിലാണ് കിടക്കുന്നത്. ബാക്ക് ലൈറ്റ് മോഡ്, WDR, അതുകൊണ്ട് ഇമേജ് അഡ്ജസ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ആരോ മാർക്ക് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ഇതിനെ നമ്മൾ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട് താഴെ. ആ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് താഴോട്ട് സെലക്ട് ആവുന്നതായിട്ട് കാണും. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് റെസൊല്യൂഷൻ 5 MP കിടപ്പുണ്ട്. ബാക്ക് ലൈറ്റ് മോഡ് എന്ന് പറയുന്നുണ്ട്. ഇതിവിടെ WDR ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്കുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ HLC എന്നും പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് വേറൊരു മോഡിലേക്ക് വീണ്ടും HLC Pro എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് വന്നു. ഇനി നമ്മൾ വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് മോഡിലേക്ക് വരും. അതായത് ബാക്ക് ലൈറ്റ് മോഡ് ഓഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നേരത്തെ കിടന്നത് BLC, അത് കഴിഞ്ഞ് WDR, ആ ഒരു മോഡലാണ് ഇവിടെ ഇട്ടിരുന്നത്. വീണ്ടും നമ്മൾ അടുത്ത ഒരു ഓപ്ഷനിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ പ്ലസ് ബട്ടണിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെറ്റിങ്സാണ് നമുക്കിവിടെ കാണുന്നത്. ഈ കാണുന്ന ഇത്രയും ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിനെ സെറ്റിങ്സിലേക്ക് പോയാൽ മതി. ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ട് ഇവിടെ റിട്ടേൺ ഏറ്റവും അടിയിൽ ആരോ മാർക്ക് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അത് ടോപ്പിലോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് മാറും. ഇതിപ്പോൾ ഞാനിപ്പോൾ ടോപ്പിലോട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ആരോ മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്കത് വീണ്ടും പഴയപടി ബാക്കിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇവനെ താഴോട്ട് കൊണ്ടുവരുമ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് LED ലൈറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞു. ലൈറ്റ് എന്നും പറഞ്ഞാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ സ്മാർട്ട് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ആ LED ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മോഡിലേക്ക് ഓഫ് ചെയ്യണോ ഒക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ടിനകത്ത് തന്നെ ഈ റൈറ്റ് സൈഡിലെ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് ഓഫായതായിട്ട് കാണാം. ഓഫായി കഴിഞ്ഞാലും നമുക്ക് അതായത് ഈ ക്യാമറ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, അതായത് ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇരിക്കുന്ന ക്യാമറയാണ് ഇത്. ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്തതിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട നേരത്തെ ഈ ഒരു ക്യാമറ ഇപ്പോൾ ഈ ക്യാമറയിൽ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓഫ് ചെയ്തുകൊണ്ട് ആ ലൈറ്റ് നമുക്കവിടെ കാണുന്നില്ല. അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു പിക്ചർ മാറുന്നില്ല. അതായത് നമുക്ക് ആ ഓഫ് ചെയ്ത ആ ക്യാമറയുടെ ലൈറ്റ് LED ലൈറ്റ് മാത്രമേ നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ ഓഫ് ചെയ്ത ക്യാമറയുടെ പിക്ചർ നമുക്കവിടെ കിട്ടുന്നുണ്ട്.
ഇത് തന്നെ നമുക്കിത് ഓഫ് മോഡിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഇനിയും നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് PTZ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസ് ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് വരും, വിൻഡോ. അത് നമുക്ക് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഞെക്കിയാൽ മാനുവൽ എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്മാർട്ട് LED ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഏതെങ്കിലും ഓപ്ഷനിൽ ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടെ താഴെയുണ്ട്. നമ്മൾ താഴോട്ട് വീണ്ടും ആരോ മാർക്കിൽ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയും. ആ എക്സിറ്റിൽ നമ്മൾ വീണ്ടും ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത് സേവ് ആവുകയും, അതായത് നമുക്കിത് എക്സിറ്റായിട്ട് മാറും. ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ്, അതുപോലെ മൗസ് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ അവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് അങ്ങനെയാണ് 5 MB ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് 2 MB ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ലൈറ്റ് കണ്ടോ പ്രകാശിച്ചിരുന്നത്, ആ 5 MBയുടെ ആ ഒരു ക്യാമറ ലൈറ്റ് ഓൺ ആക്കി വെച്ചുകൊണ്ടാണ് ആ ലൈറ്റ് കാണുന്നത്. നമുക്ക് ഈ 2 MBയുടെ ക്യാമറയിൽ ലൈറ്റ് ഓൾറെഡി ഇവിടെ പ്രകാശിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ടോപ്പ് സൈഡിൽ. അതിൻ്റെ ആ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഈ PTZ എന്ന് പറഞ്ഞ കൺട്രോളിൽ പോവാം. അത് കൺട്രോളിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനെ വിൻഡോ ആയിരുന്നു. അവിടുന്ന് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ചാർട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനകത്തും ഓൾറെഡി ആരോ മാർക്ക് ഇവിടെ എൻ്റെ ഫസ്റ്റിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2 MB ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയുടെ അതിനകത്താണ് കാണിക്കുന്നത്. ഇത് വീണ്ടും നമ്മൾ ആരോ മാർക്ക് താഴോട്ട് വരുമ്പോൾ അവിടെ വീഡിയോ ടൈപ്പ്, അതിൻ്റെ റെസൊല്യൂഷൻ ഇത് 2 MB ക്ലാരിറ്റി ആയതുകൊണ്ട് 1080 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്ത് കൂടുതലായിട്ട് കാണിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ 720 ഉള്ളൂ. 720 ഈ 1080 എന്ന് പറയുന്ന ആ 2 ഓപ്ഷൻസ് മാത്രമേ അതിനകത്തുള്ളൂ. 2 MB ക്ലാരിറ്റി ആണ്. പിന്നെ അടുത്തത് ബാക്ക് ലൈറ്റ് മോഡ് ഇവിടെ BLC എന്ന് പറയുന്ന മോഡിലാണ് കിടക്കുന്നത്. ഇത് WDRലും അതുപോലെ തന്നെ HLC ഓഫ് ഇങ്ങനൊരു മോഡ്, ഈ ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇമേജ് അഡ്ജസ്റ്റ്, അത് നമുക്ക് ഈ ഒരു 2 MB ക്ലാരിറ്റിയിൽ നമുക്കവിടെ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ വൈറ്റ് ബാലൻസ്, അതുപോലെ തന്നെ ലൈറ്റ്, സ്മാർട്ട് LED ലൈറ്റിൻ്റെയാണ് ഈ കൊടുത്തേക്കുന്ന ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ്. ആ ലൈറ്റിൻ്റെ ഓപ്ഷനിൽ നമുക്ക് വീണ്ടും അവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ലൈറ്റ് ഓഫ് ആവും. അതായത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ ഇതിപ്പം നമ്മൾ ഈ പ്രകാശിച്ചിരിക്കുന്ന ആ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 5 MB മെഗാപിക്സലാണ്. ക്യാമറ നമ്പർ 1 ക്യാമറ നമ്പർ 2 നമുക്ക് കാണുമ്പോൾ അറിയാം. ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ഈ കാണുന്ന പിക്ചർ ക്യാമറ നമ്പർ 5-ൻ്റെത്. അതിൻ്റെ ലൈറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 2 MB ക്ലാരിറ്റിയുള്ള പിക്ചർ. ആ പിക്ചറിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറാണ്. ഇതാണ് 5 MBയും ഇത് 2 MBയും. ആ 2 MBയിൽ നമ്മുടെ ലൈറ്റാണ് നമ്മളിവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഓഫ് ചെയ്തിരിക്കുന്ന ക്യാമറയാണ് നമ്മുടെ ഈ ഒരു പോളിൽ ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു ഗേറ്റിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇരിക്കുന്ന ക്യാമറയാണ് 2 MB. ആ 2 MBയുടെ പിക്ചറാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്യാമറയിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റാണ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ ആ പോളിൽ ലൈറ്റ് ഇപ്പോൾ അവിടെ പ്രകാശമൊന്നും കാണുന്നില്ല. അതേസമയം ഇവിടെ നമ്മളിപ്പോൾ വീണ്ടും ആ സ്മാർട്ട് ലൈറ്റ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലായി കാണുന്നുണ്ട്. ആ ലൈറ്റ് കണ്ടോ, അത് ഇവിടെ ഞാൻ ഓഫ് ചെയ്താൽ ആ ലൈറ്റിൻ്റെ ഇത് പോവുകയും ചെയ്യും. ഇത് കണ്ടോ, പ്രകാശം പോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കത്തി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു ക്യാമറ സെറ്റിങ്സിനകത്ത് ഇതുണ്ട്. ഇപ്പോൾ ഇത് മാനുവലാണ് കിടക്കുന്നത്. അത് നമ്മൾ സ്മാർട്ട് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റി ഓട്ടോമാറ്റിക് രാത്രിയിൽ അത് പ്രകാശിക്കും, പകലത് ഓഫാകും. വീണ്ടും നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ആ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ സേവായിട്ട് മാറുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫുൾ കളർ സ്മാർട്ട് LED ലൈറ്റ് ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനുമുള്ള സെറ്റിങ്സ്. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.